ഫവാസ്, ഇന്ന് നമുക്ക് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ UDF, LDF, BJP തുടങ്ങിയ ശക്തികളുടെ ഇന്നത്തെ നിലനിൽപ്പിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് പഴയകാല സംഭവം ഓർത്തുകൊണ്ട് എങ്ങനെ ഇത്തരമൊരു രാഷ്ട്രീയ ധാര കേരളത്തിൽ രൂപപ്പെട്ടു എന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറേ വർഷങ്ങൾ പുറകോട്ട് വരണം. അതുകൊണ്ട് നമുക്ക് കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ, അല്ലെ കേരളം രൂപീകരിക്കപ്പെട്ട ഉടൻ തന്നെ 47 ഓഗസ്റ്റിന് 15 ശേഷം അല്ലെങ്കിൽ 57 10 വർഷം കഴിഞ്ഞ് ആദ്യമായി ലോകത്താദ്യമായിട്ട് വേണം പറയാൻ നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തിൽ കൂടി അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് കേരളം. ആ ഭൂപ്രദേശമാണ് കേരളം. അപ്പം ഈ കേരളത്തിൻ്റെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തോടൊപ്പം തന്നെ അതിനെതിരായ ശക്തികളും സജീവമായി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടുണ്ടായ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള തെറ്റായ സമീപനം കൊണ്ടോ മറിച്ചോ ആകാം. പക്ഷേ ആ സമീപനത്തിൽ കൂടെ ഡെവലപ്പ് ചെയ്ത സാമൂഹ്യമായ ചില കോമ്പിനേഷൻസ് ഉണ്ട് കേരളത്തിൽ. ആ കോമ്പിനേഷൻസാണ് ഇന്നും UDF ആയിട്ടും LDF ആയിട്ടും നിൽക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം വലിയ തരത്തിൽ ചർച്ചാ വിഷയമാവാനുള്ളൊരു കാരണം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, അമേരിക്കയുടെ മുൻ CIA ഒരു നേതാവ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അദ്ദേഹം അംബാസഡർ ആയിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് അതെ, അദ്ദേഹത്തിൻ്റെ പേര് മുൻ US അംബാസഡറാണ് ഡാനിയൽ പാട്രിക് മൊയിൻഹാൻ. അദ്ദേഹത്തിൻ്റെ ദ ഡേഞ്ചറസ് പ്ലേസ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ CIA ഈ പറഞ്ഞ പോലെ കേരളത്തിലെ സർക്കാരിനെ, ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ തരത്തിൽ പൈസയും കാര്യങ്ങളും ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വിജയമാണ് ആദ്യ സർക്കാർ തലകുത്തി വീണതെന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ തന്നെ പരസ്യമായി എഴുതിയിട്ടുണ്ട്. അപ്പം ലോകത്ത് കമ്മ്യൂണിസം വളരുന്ന അന്ന് വരെ ഈ പറഞ്ഞ പോലെ റഷ്യയിൽ USSR അടക്കം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഒരു ജനാധിപത്യ രീതിയിലൂടെ ഇന്ത്യയിലും ഈ സാധനം വളരുമോ എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് ബംഗാളിലും ത്രിപുരയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും പല ഭാഗങ്ങളിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വലിയ തരത്തിലുള്ള സ്വാധീനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പോഴാണ് കേരളത്തിൽ ജനാധിപത്യ രീതിയിലൂടെ കമ്മ്യൂണിസം വരുന്നത് ലോകത്തിലാദ്യമായിട്ട്. അപ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ വെല്ലുവിളിയാണ്. അപ്പോൾ അതിനെ മറിച്ചിടാൻ വേണ്ടി വലിയ തരത്തിലുള്ള പൈസ ഇറക്കിയെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഓപ്പണായി പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്റോറിയൽ ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ ആദ്യം നമ്മൾ പറയേണ്ടത്, ഈ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ 1928 എറണാകുളത്ത് നടന്ന പ്രജാസമ്മേളനം, അതാണ് ആദ്യമായിട്ട് ഒരു ഐക്യ കേരളം എന്നുള്ള സാധനം മുമ്പോട്ട് വെക്കുന്നത്. ആ ഒരു സങ്കല്പം മുമ്പോട്ട് വെക്കുന്നത് 1928 എറണാകുളത്ത് നടന്ന പ്രജാസമ്മേളനമാണ്. പിന്നീട് പറഞ്ഞ പോലെ പയ്യന്നൂരിൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നു, ഐക്യ കേരള പ്രമേയം അവിടെ പാസ്സാക്കുന്നു. പിന്നീട് 1949 കൊച്ചി 49 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ചുകൊണ്ട് തിരുകൊച്ചി ഉണ്ടാകുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു പ്രസ്ഥാനം തുടക്കം വരുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലഘട്ടം 53 ഫസൽ അലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അതേപോലെ KN ഖുസ്രു, KN പണിക്കർ എന്നിവരടങ്ങിയൊരു കമ്മീഷൻ രൂപീകരിക്കുന്നു. അതേപോലെ തെക്കൻ താലൂക്കുകൾ മദ്രാസിലേക്ക് പോവുകയും മലബാറും കാസർഗോഡും ഇങ്ങോട്ട്, അങ്ങനെ പലതരത്തിൽ കാസർഗോഡിൻ്റെ പല ഭാഗങ്ങളും അപ്പോഴും കർണാടകയുടെ, പ്രത്യേകിച്ച് ദക്ഷിണ കർണാടകയുടെ ഭാഗങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നു. അങ്ങനെ അത്രയും കാലം മദ്രാസിൻ്റെ കയ്യിലായിരുന്ന മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ പാടെ ലയിച്ചുകൊണ്ട് ഒരു 3 രാജ്യങ്ങൾ ലയിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ കേരള 38,863 ചതുരശ്ര കിലോമീറ്റർ ഇന്ന് നമ്മൾ കാണുന്ന 14 ജില്ലകൾ ഉൾക്കൊള്ളുന്ന 140 നിയോജക മണ്ഡലങ്ങളുള്ള ഒരു കേരളമായി മാറുന്നത് അങ്ങനെയാണ്. അതിനുശേഷമുള്ള വിവാദങ്ങൾ വലിയ തരത്തിൽ വരുന്നത്, ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നതിന് ശേഷം അതിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. നമുക്കറിയാം, വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് PSCയിലോട്ട് എക്സാം വിടണം, യഥാർത്ഥ PSC ആണ് എക്സാം നടത്തേണ്ടത്, സ്വകാര്യ സ്കൂളിലെ നിയമനം, അങ്ങനെ ഒരുപാട് കാലത്തിൽ ഈ പറഞ്ഞ ഭൂപരിഷ്കരണം, ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് വരുന്നു. അത് NSSനെയും മുസ്ലിം ലീഗിനെയും മറ്റ് ക്രിസ്ത്യൻ സഭകളെയും കത്തോലിക്ക സഭയൊക്കെ വല്ലാണ്ട് പ്രകോപിപ്പിക്കുന്നു. ഇവരെല്ലാവരും പാടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അപ്പം ഈ രീതിയിലാണ് ഞാൻ ആ സാധനത്തെ കാണുന്നത്. അപ്പം അവർ മുമ്പോട്ട് വെച്ച പല ആശയങ്ങളും, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എനിക്കും പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഒരാൾക്ക് 15 ഏക്കറിൽ കൂടുതൽ സ്ഥലം, 15 മുതൽ 20 ഏക്കറിൽ സ്ഥലം കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്നുള്ള സാധനമാണ് അവർ കൊണ്ടുപോട്ട് വന്നത്. അത് ഈ പറഞ്ഞ പോലെ ജമ്മിമാർക്കും ഇവിടെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് NSSൽ ഉണ്ടായിരുന്ന നല്ലൊരു വിഭാഗം ആൾക്കാരും ഇതിനെ എതിർത്തു എന്നുള്ള സാധനമാണ്. അന്ന് അവരുടെ കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഭൂമി ഉണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് പിന്നീട് അതിന് തുടക്കം കുറിച്ചത്. പിന്നീട് പല കാര്യങ്ങളോട് സാധനം പോകുന്നു. സാറിന് എങ്ങനെയാണ് ഈ ഒരു വിഷയം കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത്, ആദ്യത്തെ തകരാറ് EMS മദ്രസ വന്ന ശേഷം ആദ്യത്തെ തകരാറ്
കമ്മ്യൂണിസം സോഷ്യലിസം എന്ന് പറഞ്ഞത് ഒരു സത്യമായ പ്രായോഗിക പ്രക്രിയയാണെന്ന് ഇവർ വിശ്വസിച്ചു. അത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ ആലോചിച്ചില്ല. ഇവിടെ സ്വത്തിനെക്കുറിച്ച് സ്വകാര്യ സ്വത്ത് വേണോ പൊതു സ്വത്ത് വേണോ എന്നുള്ള തർക്കങ്ങളുണ്ടായി. ഇങ്ങനെ പല രീതിയിലുള്ള തർക്കങ്ങൾ വരികയാണ്. പിന്നെ ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നതാണ്. ഭയപ്പെടുത്തലിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇവിടെ പഠിപ്പിച്ചിരുന്നത് പള്ളികളിലും കരയോഗങ്ങളിലും മുസ്ലിം മദ്രസകളിൽ വരെ പഠിപ്പിച്ചിരുന്നത് കമ്മ്യൂണിസം ലോകത്തിന് അപകടകരമാണ്, അവർ ദൈവത്തെ നശിപ്പിക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം സംഘടനകളും എല്ലാം നശിപ്പിക്കും, വലിയ തരത്തിൽ പങ്കുചേരും, ദൈവങ്ങളെ ഇല്ലാതാക്കും. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ അമ്പലങ്ങളിൽ പോകാനോ പള്ളിയിൽ പോകാനോ ഒന്നും അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞൊരു ഭീതിയുടെ അന്തരീക്ഷം വിശ്വാസികളായ ജനങ്ങൾ കൂടുതലും വിശ്വാസികളാണ്. ആ വിശ്വാസികളായ ജനങ്ങളിൽ പഠിക്കുമ്പോഴത്തേക്ക് അവരുടെ മക്കളിലേക്ക് അത് പോകും. ഇപ്പോൾ ഞാൻ 52, 57 57ലാണ് EMS അധികാരത്തിൽ വരുന്നത്. 59 അപ്പോൾ 52, 7 8 വയസ്സുള്ളപ്പം എൻ്റെ വീടിന് മുറ്റത്തൊരു കുറച്ച് മാറി ഒരു LP സ്കൂളുണ്ട്. മെയിൻ റോഡ്. എത്ര വയസ്സായിരിക്കും? അന്ന് 7 വയസ്സ് 8 വയസ്സ് വേണം. അന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വിമോചന സമരം നടക്കുമ്പോൾ അതിൻ്റെ തീവ്രത അറിയാനായിട്ട് നടക്കുമ്പോൾ ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ പക്ഷേ ജോലിക്ക് പോകുമായിരുന്നു. ജോലിക്ക് സമരത്തിൽ പങ്കെടുക്കാതെ കരിങ്കാലിയായിട്ട് പോകുമായിരുന്നു. നാട്ടുകാർ ജോലിക്ക് പോകാത്തയാൾ, പണി മുടക്കിനെ ഒറ്റ കൊടുക്കുന്നവൻ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ സ്ത്രീ വരുന്ന കാത്ത് ഈ വീടിൻ്റെ മുമ്പിൽ ചുറ്റുവട്ടത്തുള്ള കോൺഗ്രസ്സുകാർ എല്ലാവരും നിൽക്കുകയാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നവരല്ല. അവരുടെ അന്നത്തെ മുദ്രാവാക്യം, ആളിൻ്റെ പേര് പറഞ്ഞില്ല, ഒരാളിൻ്റെ പേര് പറഞ്ഞിട്ട് ഫവാസ് എന്ന് പറഞ്ഞിട്ട്, റഷ്യക്കൊരു കപ്പലുണ്ട്, മോസ്കോയ്ക്കത് പോകുന്നുണ്ട്, പോണേൽ പൊക്കോ ഫവാസെ, അതിന് വേറൊരു പേരാണ്, അത് ഞാൻ പേര് പറയുന്നില്ല. ഈ മുദ്രാവാക്യം വിളി കേട്ടാണ് ഞാൻ വളരുന്നത്. പിന്നെ കാണുന്ന പകല് ലാത്തിച്ചാർജ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ പറമ്പിൽ കൂടി ആൾക്കാർ കയറി ഓടുന്നതാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ എന്നിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം ചെറുപ്പം മുതലേ ഉണ്ടായി. ഞാൻ നേരിട്ട് കാണുക. കാരണം സൊസൈറ്റിയും ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നുള്ള ഒരു സാധനം എൻ്റെ വീടിൻ്റെ മുമ്പിലേ സംഭവം നടക്കണേ. എന്നിട്ട് അതിൻ്റെ തീവ്രത അറിയണമെങ്കിൽ നെഹ്റു EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട ശേഷം അന്ന് വൈകുന്നേരം വലിയ മരനിപ്പുണ്ട്, തണൽ മരനിപ്പുണ്ട് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ, ടീച്ചറിൻ്റെ വീടിൻ്റെ മുമ്പിൽ. അവിടുന്ന് അന്ന് മറ്റേ ലൈറ്റൊന്നുമില്ല, പെട്രോമാക്സ് കൊണ്ട് കുത്തിയിട്ടാണ്. തെറിവിളിയുടെ പൂരമായിരുന്നു. കോൺഗ്രസ്സുകാർ വന്ന് ഉള്ള തെറിവിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറിവിളിയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മാത്രം തീവ്രമായ അകൽച്ച സമൂഹങ്ങളിൽ തമ്മിൽ സൃഷ്ടിക്കാൻ ആർക്ക് സാധിച്ചു? വിമോചന സമരത്തിന് സാധിച്ചു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ, തങ്ങൾക്കിത് പ്രയോജനപ്പെടും, പിന്നെ ഈ ഭൂപരിഷ്കരണവും അല്ലെ മറ്റു കാര്യങ്ങളും തങ്ങൾക്ക് പ്രയോജനപ്പെടും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായത് ഈഴവ സമുദായം. അന്ന് അവരെ കൂടെ നിന്നത്. അന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈഴവരെ സ്വാധീനിച്ചിരുന്ന പത്രം എന്ന് പറയുന്നത് കേരളകൗമുദിയാണ്. കേരളകൗമുദി ബാലകൃഷ്ണനുണ്ട്. അപ്പോൾ ഉടനെ ബാലകൃഷ്ണനെതിരായിട്ട് വരെ മുദ്രാവാക്യം, കേരളകൗമുദിക്കും ബാലകൃഷ്ണനെതിരായി പോണെ പൊക്കോ ചേക്കോന്തെന്ന് ചോദിച്ചതുപോലെ ഇത് ചെയ്യണം. ഈ സമരം ബാലകൃഷ്ണനെതിരായിട്ടും കേരളകൗമുദി ബാലകൃഷ്ണനെതിരായിട്ടും ചെയ്യാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടെ നിന്നു എന്നുള്ളതുകൊണ്ട് മാത്രം. അപ്പോൾ ഈഴവർ മുഴുവൻ ഒരു ഭാഗത്തും ക്രിസ്ത്യൻ, നായർ, മുസ്ലിം വിഭാഗങ്ങൾ ഇവിടെ വന്നു. അതായത് രണ്ടായിട്ട് ഈ സാധനം പിളർന്നു. ഒരു ഭാഗത്ത് ഈഴവ വിഭാഗവും മറുവശത്ത് നായർ, അതായത് NSSഉം മുസ്ലിംസും കത്തോലിക്ക സഭയും അടങ്ങുന്ന ഒരു വൻ ടീം തന്നെ ഒരു ഭാഗത്ത്, മറുവശത്ത് ഈഴവ വിഭാഗം മാത്രം. അവിടെ നിന്നാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ സാമൂഹികമായ ചേരികൾ. അത് പിന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ മാറുക രാഷ്ട്രീയപരമായിട്ട് 67 മുന്നണിയിൽ കൂടെ EMS തന്നെ കൗണ്ടർ ചെയ്യാൻ നോക്കി. ആ EMSൻ്റെ നീക്കത്തെ കരുണാകരൻ പൊളിച്ചു. അപ്പോൾ അത് അങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയം ഉണ്ടാകുന്നത്. ആരുമായിട്ട് വേണേൽ കൂട്ടുകൂടാം. ഇനി കുറച്ചുകൂടി അപ്പോൾ EMSനോട് ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ ചോദിക്കുന്നു, എറണാകുളത്ത് തന്നെയുള്ള ആളാണ്, മാതൃഭൂമിയിലുണ്ടായിരുന്നതാണ് അദ്ദേഹം, P. രാജൻ എന്ന പേര്. അദ്ദേഹം EMSനോട് ചോദിക്കുന്നു, താങ്കൾ ഈ മതേതരത്വം ഒക്കെ പറഞ്ഞിട്ട് ഇവരുമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചു. ലീഗ് ഒരു വർഗീയ കക്ഷിയല്ല, അതിന് കോൺഗ്രസ് കൂടിയിട്ടില്ല. കോൺഗ്രസ് ലീഗുമായിട്ട് അത്രയും സഹകരിക്കാൻ തുടങ്ങിയിട്ടില്ല. സഹകരണമുണ്ട്, പക്ഷേ അകറ്റി നിർത്തിയ സഹകരണമുള്ളൂ ലീഗിനോട്. ഉടനെ ഈ EMSൻ്റെ പ്രമുഖമായ ആ ന്യായീകരണം, ലോകപ്രസ്ഥ ന്യായീകരണം, EMS പറഞ്ഞ ന്യായീകരണം, മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവർ കമ്മ്യൂണിസ്റ്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, ഓപ്പർച്യൂണിറ്റിയാണ്. അതനുസരിച്ച് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് EMSൻ്റെ നല്ല ലോജിക്കൽ യുക്തിയാണത്. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഒരു 6-7 വർഷം കഴിയുമ്പോൾ ഇതേ പത്രപ്രവർത്തനം EMSനോട് ചോദിച്ചു, സംഭവിച്ച മറിച്ചല്ലേ? ആ ചോദ്യം, അതിൻ്റെ ഉത്തരം കൂടെ പറയാം.
മുസ്ലിം ലീഗിലുള്ള പാവപ്പെട്ടവൻ മുസ്ലിംസായ പാവപ്പെട്ടവൻ വിചാരിച്ചത് ഞങ്ങൾക്ക് സ്വന്തം പാർട്ടിയുണ്ട്, പിന്നെ ഞങ്ങളതിനെ വേറെ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ വന്ന് ലീഗ് ഞങ്ങളുടെ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന പാവം പിടിച്ച മുസ്ലിം കൂടെ എങ്ങോട്ട് വന്നു? പുറത്തോട്ട് പോയി. ഇപ്പോൾ മലബാറിലെ സീറ്റ് മുഴുവൻ ജയിക്കുന്നേരാ. മലബാറിൽ മൊത്തം ലീഗിന്റെ അതിൻ്റെ തുടക്കം എവിടെയാണ്? ഈ തുടക്കം ഞാൻ പറയുന്നത് വൈകാരികമായ തലങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട് വളർത്തിയെടുക്കപ്പെട്ടതാണ്. ആ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ തുടക്കമാണ് അവിടെ തുടങ്ങുന്നത്. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ സാമൂഹികമായ രാഷ്ട്രീയ പശ്ചാത്തലം മുന്നോട്ട്. ഇത് ചിലപ്പം നായർ മാറിപ്പോയിട്ടുണ്ട്, 65 നായർമാർ മാറിപ്പോയി, അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് മാറിപ്പോയിട്ടുണ്ട്, ഈ അടുത്ത വർഷത്തേക്ക് ചേർന്നിട്ടുണ്ട്. ഈ കോമ്പിനേഷനൊക്കെ കഴിയുമ്പോൾ അവസാനം ഇതെല്ലാം കൂടെ ഒന്നാവും. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ മാറിപ്പോയി, കത്തോലിക്ക മുഴുവൻ മാറിയോ? അത് കഴിഞ്ഞ് മാണി മാറിപ്പോയി, കത്തോലിക്ക മുഴുവൻ മാറിയോ? അവർ ആ UDF എന്നുള്ള സംവിധാനത്തിൽ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അതാണ് UDFൻ്റെ വിജയം. വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൗണ്ടർ ഉണ്ടെങ്കിൽ പറയണം. അല്ല, കൗണ്ടർ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടതുണ്ട്. ഈ 1957 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് പ്രധാനപ്പെട്ട് മത്സരിച്ചത് CPI, അതുപോലെ തന്നെ INC, അതായത് ഇന്ത്യൻ നാഷണൽ വരെ ഉള്ളൂ. അതെ. അപ്പോൾ CPI, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് PSP, പിന്നെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ന് കൊല്ലത്ത് കാണുന്ന അവരാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധികളായിരുന്നു. അപ്പോൾ ഒന്നത് സീറ്റ് എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം 114 മണ്ഡലങ്ങളിലോട്ടാണ് മത്സരം ഉണ്ടായിരുന്നത്. 2 സീറ്റിന് ഭൂരിപക്ഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഒന്നോ. അതിൽ 126 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ പോലെ 60 സീറ്റുകൾ 5 സ്വതന്ത്രന്മാരുടെ പിന്തുണയും ഇവർക്ക് കിട്ടി, LDFന്. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് അതെ, അവർക്ക് കിട്ടി. മൊത്തം 65 സീറ്റ് അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. കോൺഗ്രസിന് 43 സീറ്റ്, അതുകൂടാതെ PSPക്ക് 9 സീറ്റ്, മുസ്ലിം ലീഗിന് 8 സീറ്റ്. അന്ന് തന്നെ മുസ്ലിം ലീഗിന് 8 സീറ്റോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അധികാരത്തിൽ 1957 ഏപ്രിൽ 5-നാണ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നത്. ജയിച്ച ഈ പറഞ്ഞ പോലെ VR കൃഷ്ണയ്യർ, അതേപോലെ ജോസഫ് മുണ്ടശ്ശേരി, അതുപോലെ തന്നെ ഡോക്ടർ AR മേനോൻ, ഇവരൊക്കെ പുറത്തുനിന്നുള്ളവരാണ്. ഇവരും പാർട്ടിയിലോട്ട് പോകുന്നു, ഇവർക്കും കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇവർ സ്വതന്ത്രരാണ്. ഇവർ പാർട്ടിയിലോട്ട് മീൻസ് സഭയുടെ മുന്നണിയുടെ ഭാഗമാകുന്നു. അങ്ങനെ അവർക്കും മന്ത്രിസഭ സീറ്റ് കൊടുക്കും. വിദ്യാഭ്യാസം അവതരിപ്പിച്ചത് നല്ല പരിശുദ്ധ ക്രിസ്ത്യാനിയായ ജോസഫ് മുണ്ടശ്ശേരി കൂടെയാണ്. മുണ്ടശ്ശേരി അവതരിപ്പിച്ചത്. ഇതിലിഞ്ഞിപ്പം ഇവരെടുത്ത ആദ്യ തീരുമാനം, ഭരണത്തിന്റെ തുടക്കം ആദ്യകാലം എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ വിവാദങ്ങളായി എന്നുള്ളതാണ്. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും വധശിക്ഷയിൽ ജീവിക്കുന്നവരുമായി ഇളവ്, മീൻസ് അവർക്ക് ജീവപര്യന്തം എന്നുള്ള സാധനം അതിന് ഇളവ് വരുത്തി കൊടുക്കാനൊക്കെയാണ് ആദ്യം ഇടപെടുന്നത്. അല്ല, അത് അതിൻ്റെ കൗണ്ടറല്ല, അതിനോടൊപ്പം പറഞ്ഞു പോകുന്നൊരു കാര്യം, ഈ ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാരെ ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ ഭയങ്കര പ്രചരണമാണ്. കൊലപാതകയും കുറ്റവാളികളെല്ലാം വരാൻ പോകണതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളും നിങ്ങളുടെ മുതലും സൂക്ഷിച്ചോണം എന്ന് പറയുകയാണ്. അത് ജയിലിൽ നിന്ന് കൊള്ളക്കാരെ തുറന്നു വിടുന്ന മട്ടിലാണ് അതിനെ അവതരിപ്പിച്ചത്. ഇതിൽ പ്രത്യേകിച്ച് വലിയ വിഷയമാകുന്നത് എടപ്പള്ളി, അതുപോലെ തന്നെ കൂത്താട്ടുകുളം കേസ്. ഈ പ്രതികളെല്ലാം എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം, ഇതിൽ പ്രതികളെല്ലാം പുറത്തോട്ട് വരുന്നുള്ളതും ഇത് വലിയ തരത്തിൽ അന്ന് കൊണ്ടുവന്നത് മറ്റാരുമില്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോ. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ സാധനം വലിയ തരത്തിലുള്ള ആൾക്കാർക്കിടയിൽ ഒരു സാധനം കൊണ്ടുവരുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ അത്രയും കാലം ജയിലിൽ ഉണ്ടായിരുന്ന പുറത്തോട്ട് വിടുന്നു. ഇവർ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ക്രിമിനൽസ് ആണ്, അവർ തുറന്നു വിടുകയാണ് സർക്കാർ എന്നുള്ളൊരു സാധനം കൊണ്ടുവരുന്നു. മാത്രമല്ല എടപ്പള്ളി കേസിൽ നമ്മുടെ ചാനലിനെ കൂടെ പറഞ്ഞു, എടപ്പള്ളി കേസിൽ സ്ഥിരം അതിനകത്ത് സജീവമായി പങ്കെടുത്ത് അല്ലെങ്കിൽ അയാളുടെ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ ചാനലിൽ സ്ഥിരം ചർച്ചയ്ക്ക് വരുന്ന ആളാണ്. അറിയാമോ? NM പിയേഴ്സൺ. അതൊരു പേഴ്സണൊക്കെ ചരിത്രം അതിൻ്റെ നേരെ പറയും അന്ന് സംഭവിച്ച എന്തൊക്കെ. എടപ്പള്ളി കേസ് സംഭവിച്ചു. ഇവിടെ അന്ന് കഴിഞ്ഞ കാലത്ത് മരിച്ചുപോയ MM ലോറൻസ് പ്രതിയായിരുന്നു. അങ്ങനെ എറണാകുളത്ത് പോലും ഇടതുപക്ഷ രാഷ്ട്രീയം രൂപപ്പെട്ടെടുത്തുനിന്ന് പിന്നെയും കത്തോലിക്ക സഭ വീണ്ടും തിരിച്ചു പോയി ചെയ്തത്. അതൊരു ചരിത്രമാണ്. അതാണ് വിമോചന സമരത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. മന്നവും കൂടെ കേരള കോൺഗ്രസിൻ്റെ കൂടെ കൂടിയപ്പോൾ ഉണ്ടായ എഫക്റ്റ്.